വെൽക്കം ബാക്ക് ടു യർ വീഡിയോ ഓഫ് വൈറൽ മലയാളം മീഡിയ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കളംകാവ് എന്ന് പറഞ്ഞ മൂവിയിൽ പ്രൊമോഷനിൽ വരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ മൂവിയിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വിശിഷ്ട അതിഥികൾ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്. ഈ മൂവിൻ്റെ ഫസ്റ്റ് റിലീസ് പ്രീ റിലീസ് ഇവൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവൻ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാം. ഓക്കെ, Here we are about to celebrate, to talk about the much awaited and anticipated release of the year. And ladies and gentlemen, I am in the happy news. അടുത്ത സമയത്തിലൂടെ തന്നെ നമ്മളെല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടീസർ ലോഞ്ച് നല്ല കഴി നൽകി തന്നെ നമുക്ക് ഏവർക്കും നമ്മളെ ഏറ്റവും അധികം ആരാധനയോടെ കാത്തിരിക്കുന്ന താരങ്ങളെ ഹാളിലേക്ക് സ്വാഗതം ചെയ്യാം. As we are all ready to start the pre-release teaser launch event. ഏറ്റവും വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു, നമുക്ക് ഇവന്റ് ആരംഭിക്കേണ്ടതുണ്ട്. ഒരു ടാഗ് ലൈനിന്റെ തിരക്കിലാണ്, മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന തിരക്കിലാണ്, മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതൊരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലേ. ആക്ച്വലി സ്പീക്കിംഗ്, ഈ കാത്തിരിപ്പ് ആരംഭിക്കുന്നത് 2025 ഫെബ്രുവരി 16 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിയ ദിവസം. മലയാള സിനിമയുടെ താര രാജാവിന്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേഷം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവം, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് കണ്ട് നമ്മളെല്ലാവരും ഒരുപാട് ത്രില്ലായി. പക്ഷെ കഥ മാറിയത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴാണ്. ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പോസ്റ്ററിൽ നമുക്ക് കാണാം ദ വെനം ബിനീത്. ഒരാളുടെ ഉള്ളിലുള്ള പോയ്സൺ അധികം നാള് സപ്രസ് ചെയ്തിരിക്കത്തില്ല, അതൊരു ദിവസം പുറത്തു വരും എന്ന് പ്രൊമോഷണൽ വീഡിയോസിലും നമ്മൾ കേട്ടു. ആൻഡ് ഓൾസോ ദെയർ വാസ് ദ ട്രെയിലർ. ശക്തമായ രണ്ട് കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുവാനായി പോകുന്നത് എന്നൊരു ധാരണയും ആ ട്രെയിലറിലൂടെ നമുക്ക് ലഭിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് രോമാഞ്ചം നൽകിക്കൊണ്ട് ഒരു സിലുവറ്റ്, ഒരു നിഴലിലൂടെയാണ് ട്രെയിലർ അവസാനിച്ചത്. To the pre-release teaser launch event of the film Kalangaval. A hearty welcome everybody. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിനായി നമ്മളെല്ലാവരും ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു റിലീസ് തന്നെയാണ്. അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളാലേ പറയേണ്ട കാര്യമില്ല. I can just straight away point to the valuable presence of the legends from the Malayalam cinema over here. ഇതിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള സിനിമയിലെ ലെജൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു മൊമെന്റിന്റെ, ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ്, വാല്യൂ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. Lovely members, the stars, the legends of Malayalam cinema who have marked the valuable presence here for the teaser launch of Kalangaval. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം എവരിബഡി വൺസ് അഗൈൻ. യെസ്, ിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആൻഡ് ഹൗ ആർ വി ബിഗിനിങ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോമാഞ്ചം നൽകിയൊരു ട്രെയിലർ ഉണ്ട്. ട്രെയിലർ അവസാനിച്ചതൊരു ഷാഡോയിലാണ്. That was just a shadow and that was more than enough for us to wait for this film. അപ്പോൾ ആ ഒരു ഗൂസ്ബംസ് ഒന്നുകൂടി ലഭിച്ച നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. We are now going to play the trailer here on the screen. അത് എത്ര വട്ടം യൂട്യൂബിൽ നമ്മൾ റിപ്പീറ്റ്സ് ഓഫ് the film of Sri Jitin K. Jose and Sri Jishnu Srikumar. Yes. And there are talented actors, a lot of other people who are a part of this film. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ്. ഇതിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of Kalangaval, Sri Jitin K. Jose. നല്ലൊരു കൈ നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
അതൊരു എനിക്കും കുറെ കാലമായിട്ട് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള പ്രതിനിധി നന്ദി പറയുകയാണ്. അപ്പോൾ ഇതിൽ ജോണറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറും ടീസറിലും അതുപോലെ മറ്റു വീഡിയോ ഔട്ട്പുട്ട്സിലും പോസ്റ്റേഴ്സിലും കൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പം അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ പടമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. ആയിരിക്കും ജിഷ്ണു ചേട്ടനും ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. ആൻഡ് യെസ്, let's give a big round of applause, ladies and gentlemen. Two people who have put their sweat and blood to the film. Finally, അതിന്റെ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് റിച്വൽ ആണ് അത്. തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഡിസംബർ 5-ന് പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തില്. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഫാമിലിക്കും, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് വീട്ടൊക്കെ തൊട്ട്. അപ്പോൾ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിന്റെയും സിബി മലയിൽ സാറിന്റെ സിനിമ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും പേരെ ഒരുമിച്ച് വിലയിരുത്തുന്നത്. അപ്പം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ പലർക്കും ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാര്യം പറയാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു തോന്നും. ബട്ട് ഇപ്പം ഇത്രയും പേരെ ഒരുമിച്ച് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നതിനും അതുപോലെ സിനിമയുടെ ഭാഗമായതിനും നന്ദി പറയുന്നു. ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദ വില്ലൻ ആൻഡ് ഹൂ ഇസ് ദ ഹീറോ, ബട്ട് സ്റ്റിൽ നമ്മുടെ അസംഷൻസ് വെച്ചിട്ട് അത്രത്തോളം ആന്റിസിപ്പേഷനിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് എവ്രി മലയാളി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ imagine your emotions running in the mind. So ഒരു പാട്ട് ലൈവ് ആയിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് അടൽ പടം ചെയ്യാൻ പറ്റിയതിൽ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദ്യാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്ത ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്ന ജിതിൻ തന്നെയാണ്. All right, that's very interesting. Okay, അപ്പോൾ വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന എലിമെന്റ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Hi Shashikumar and Harita Haribabu. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കാര്യം നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricist ശ്രീ അത് എല്ലാവരും ഇഷ്ടപ്പെട്ടു. നമുക്കെല്ലാം ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാലം ബാക്കി 4 പാട്ട് 5 പാട്ട് എന്തെങ്കിലും ഞാൻ ഒരു പാട്ട് എഴുതിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്കെല്ലാം ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും താങ്ക്സ് ടു മുജിമാജി, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ വിശ്വസമായിട്ട് നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നത് നടന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും 5-ാം തീയതി മൂവിയൊക്കെ കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെന്ന് ചോദിച്ചപ്പോ റൈറ്റ്. അപ്പൊ ഇനി ആ ഒരു ഹൈറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആ പാട്ട് കേട്ട് നമ്മുടെ ഇവന്റ് നമുക്ക് തുടരാം. We are going to listen to the song നിലാക്കായും. ഈ പാട്ട് നമുക്ക് ഇപ്പോൾ പാടി തരുന്നത് the original singer herself,
It's time for me to welcome on stage Srimati Sindhu Nelson with industry. നിറഞ്ഞ കൈ നൽകി തന്നെ ശ്രീ സിയാദ് കോക്കൻ സാറിനെ വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. And also ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടി ശ്രീ ജോയ് തോമസ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And yes, now ladies and gentlemen, we ഒരുമിച്ച് ടീസറിൽ ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, സിപി സർ, സിയാദ് കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. ഇതിനോട് ഒരുമിച്ച് ബസറിൽ അമർത്തി